വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം മാലൂട്ടി. അപ്പൊ ഇന്ന് നമ്മൾ ഹോളിഡേയ്സ് അടിച്ചു പൊളിക്കാനായിട്ട് ഫാമിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ ബാസ്റ്റിൻ ഫാമിലി, പിന്നെ ഇവിടെ അവിടെ അപ്പൊ നമ്മുടെ കൂടെ അമ്മ ഉണ്ട്. അമ്പിളിക്കുട്ടി ഹായ്. എവിടെ പോവാ? ഫാമിലിയോട്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഫാം ജേണിയിലോട്ട് വെൽക്കം. കേറിയ നമ്മളിതേ ഫാമിന്റെ വഴിയിലെത്തിയിട്ട് നിറച്ച് ബോഗൻവില്ലകളാണ് കേട്ടെ. നമ്മള് ഫാമിലെത്തിയതേ. ഇതാണ് നമ്മുടെ ഫാം. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞങ്ങളാന്ന് തോന്നുന്നു ലാസ്റ്റ് അല്ലേ? അങ്ങനെ നമ്മള് ഫാമിലെത്തി. ഇതാണ് നമ്മുടെ ഫാം. അവിടെ നമ്മൾ വന്നേക്ക് മുമ്പ് തന്നെ അവർ സ്വിമ്മിംഗ് പൂളൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമും കിച്ചണും ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഇത് ഹാള്. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ 2 ബെഡ്റൂമാണുള്ളത്. മെയിൻ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയും ഒരു ബെഡാണുള്ളത്. ബാക്കി ഇതുപോലെ എല്ലാവർക്കും ഇരിക്കാനുള്ള സോഫ സെറ്റിയൊക്കെയാണ് കേട്ടോ. ഇത് വേറൊരു റൂം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതിലൊക്കെ കയറി കളിച്ച് കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഫാം ഹൗസ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് അവർ കൃഷി ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ അധികം ഇങ്ങനെയുള്ള ഏരിയ അല്ലല്ലോ. ഇത് ഉള്ളിലേക്കുള്ള ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നാട്ടിലൊരു ഫീല് തരുന്നത് അതിൽ സൂപ്പറാണ് കേട്ടോ. അതെ ബബ്ലൂസ് നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അതെ ഇതുണ്ടോ, പലയിടത്തും പല പേരെ ഇതിന് പറയണേ. ഞങ്ങളുടെയൊക്കെ അവിടെ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയണേ. പിന്നെ കുറേ ഐറ്റംസ്, ഈന്തപ്പന, പിന്നെ മൾബെറി, ചെറി, അങ്ങനെ വാഴ, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയിലേക്കൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ, കാരണം ഇച്ചിരി കൂടെ കഴിയുമ്പോൾ സന്ധ്യയാവും, പിന്നെ ഒന്നും കയറി കാണാൻ പറ്റില്ല. കാരണം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ നിറച്ച് കോഴി, ആട്, പശു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുന്നത് നാട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നേ. നമ്മൾ അതൊക്കെ ചുറ്റി കണ്ട് ആദ്യം തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നിൽക്കുന്നതൊക്കെ മൾബെറി, ചെറി, ഈ മൾബെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇരിക്കാനും കളിക്കാനൊക്കെ ഇഷ്ടം പോലെ. നമ്മൾ വന്നു ഊഞ്ഞാലയാട്ടവും പിന്നെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ അനീഷേട്ടൻ വന്നപ്പോൾ തന്നെ ഗ്രിൽഡ് ചെയ്യാനുള്ള സംഭവങ്ങൾക്ക് സെറ്റാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കണം ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം കളിച്ചു. പിള്ളേരുടെയാണ് സംഭവമെങ്കിലും നമുക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അതിനകത്ത് കയറി ഒന്ന് കളിച്ചിട്ടൊക്കെ ആയിട്ട് പരിപാടി തുടങ്ങാതെ വിചാരിച്ച് ഞാൻ ലിനും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറി. ആ സമയത്ത് നിമ്മി എവിടെയാണെന്നറിയില്ലല്ലോ. നിമ്മി അത്രയും കണ്ടാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റാക്കുന്നുണ്ട് അവിടെ. ഇനി കിച്ചണിലേക്ക് നമ്മുടെ മെയിൻ ഷെഫ് ഇതാണ് കേട്ടോ. അപ്പോൾ പരിപാടി തുടങ്ങി. പരിപാടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എരിഞ്ഞു കൊടുക്കാനും പിടിക്കാനൊക്കെ കയറി. അനീഷേട്ടൻ ഗ്രിൽഡിനുള്ള തീയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ പുരട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് വന്നത്. പിന്നെ കുറേ പേര് ഓരോ പണികളൊക്കെ കഴിയുമ്പോൾ ഓരോരുത്തരുടേതായ ഇഷ്ടമാക്കതേ. പിള്ളേർക്ക് ഓരോരുത്തർ വലിയ ആൾക്കാരും കൂടി കേട്ടോ കളി. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ ഇച്ചിരി അരിയാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ മെയിൻ ഷെഫ് ചെയ്യും കേട്ടോ. ഗ്രിൽഡിൻ്റെ കാര്യം നോക്കിയത് അനീഷേട്ടനായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അരിയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് മാറി അരിയാൻ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് സലാഡിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് കപ്പ ബിരിയാണി, റൈസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതേ ഗ്രിൽഡ് ഇവിടെ ഏകദേശം റെഡിയായി തുടങ്ങി. അനീഷേട്ടൻ്റെ പണിയാണത്. അത് ഓക്കെ ആയിട്ടിട്ട് ഞങ്ങൾ എല്ലാം റെഡിയാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ പാചകം അതിൻ്റെ രീതിക്ക് നിവിനാണ് പാചക രാജാവ്. അപ്പോൾ നിവിൻ്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനീഷേട്ടൻ അതിൻ്റെ ഇടയിൽ എല്ലായിടത്തും ഓളിനോളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ പാചകത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് റീൽസ് പിടുത്തവും കാര്യങ്ങളുമായിട്ട് കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് പിന്നെ രാത്രി ആകുമ്പോഴത്തേനും നമ്മൾ ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. കപ്പ ബിരിയാണി പിന്നെ എനിക്ക് വേണ്ട ഞാൻ വീഡിയോയിൽ അടിപൊളിയാന്ന് പറ മതിയോ. ത്തിൻ്റെ പരിപാടിയൊക്കെ ഒരു ഇത് റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിള്ളേർ ദേ അവരുടെ സ്വിമ്മിംഗ് പൂള് റെഡി ആയിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് റെഡി ആവണതനുസരിച്ച് അനീഷേട്ടൻ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ എടുത്തു തന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഇടയ്ക്ക് കഴിക്കലും അരിയിലൊക്കെ ആയി. ദേ അപ്പൂസും റെഡി ആയിട്ടുണ്ട്. അപ്പൂസിൻ്റെ ദേ അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ അപ്പൂസിനെ ഇറക്കിയായിരുന്നു, നിമ്മിയും കൂടെ ഇറങ്ങി കേട്ടോ. ഞാനിതിനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ മേൽനോട്ടത്തിന് അവിടെ നിന്നു. ചെറിയ സ്വിമ്മിംഗ് പൂളാട്ടോ ഇത്, തീരെപ്പൊടി പിള്ളേർക്കുള്ളതാണ്. പിന്നെ എല്ലാവരും കൂടെ അതിനകത്ത് കയറി അങ്ങ് വലിയ ആണുങ്ങൾ അപ്പുറം വലിയ സ്വിമ്മിംഗ് പൂളാട്ടോ. അത് പിള്ളേർക്ക് ഒട്ടും എത്തില്ല. അത് കാരണം പിള്ളേരെയും കൊണ്ട് ഞങ്ങളിതേ ഇപ്പുറം സൈഡിൽ വന്നു. അപ്പോൾ അവർ വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്ത. വെള്ളത്തിൽ കയറി ആരും പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ. ഇതിങ്ങനെ കിടന്നോ 1-2 മണിക്കൂർ ഇവിടെ കിടന്നുള്ള കളിയാണ്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തേക്ക് വന്നപ്പോഴത്തേനും ഇവരിവിടെ കഴിക്കലും പാട്ടും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഫുള്ള് ലൈറ്റാക്കിയിട്ട് ഇരുട്ടത്ത് നിന്നുള്ള അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നമുക്ക് അടിപൊളിയല്ലേ, നല്ല രസമായിട്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് സൂപ്പർ നൈറ്റായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് ഈ പാട്ട് പാടുന്നവർക്ക് പാട്ട്, ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ്, അങ്ങനെ അനീഷേട്ടനും പാടിയൊരു പാട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 1 മണിക്കൂറൊക്കെ നിന്ന് അടിച്ചു പൊളിച്ചു. പിന്നെ ദേ പുറത്തേട്ട് വന്നു. ഇനി നമ്മൾ കുറേ ഗെയിമും പാട്ടും ഡാൻസും കസേര കളി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പോട്ടെ. അപ്പോൾ ആദ്യം തന്നെ പാട്ട് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് ഡാൻസ് കളിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ആവേശത്തിൽ കയറി എല്ലാവരും ഡാൻസ് കളിയായിട്ട്. അപ്പോൾ എനിക്കും കളിക്കണം തോന്നി. ക്യാമറയൊക്കെ വേറെ ആളുടെ പാസ് ചെയ്ത് ഞാനും ഡാൻസ് കളിക്കാൻ കയറി. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഈ അനീഷേട്ടന് ജോലിയിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഞങ്ങൾ മാക്സിമം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമുക്കൊരു ഫാമിലിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളാണ്. നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളുടെ ഹോളിഡേയ്സൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ആഘോഷിക്കുന്നത്. നമുക്ക് നാട്ടിലുള്ള പോലെയല്ല. നമുക്ക് നാട്ടിൽ ഓരോ ഫെസ്റ്റിവലും ഓരോ ഉത്സവങ്ങളും ഓരോ വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ഫീലിങ്സാണ്. ഞങ്ങളവിടെ ഇല്ലല്ലോ എന്നുള്ള ഫീലിങ്സ്. അതൊക്കെ ആ വിഷമങ്ങളൊക്കെ ഞങ്ങൾ തീർക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അതിലേക്ക് ഒന്നും തൊട്ടിട്ടും കൂടി ഇല്ല കേട്ടോ. എല്ലാവരും ഇതിൻ്റെ പുറകെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തൊരാൾ ഫുഡ് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന കുറിച്ചൊന്നും ആർക്കും ഒരു വിചാരമില്ല. എല്ലാവരും അടിച്ചു പൊളിച്ച് നമ്മളിപ്പോൾ അത് ഏകദേശം ഒരു 11 മണി 12 മണി ആവാറായി. എന്നിട്ടും നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് നിർത്തി പോകാനുള്ളൊരു മനസ്സിൽ എല്ലാവരും ഓരോരുത്തരുടെ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാൻ പിള്ളേരുടെ കൂടെയും ഞങ്ങൾ കൂടി പിള്ളേർക്ക് ബോറടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പേരില്ല കേട്ടോ. നമ്മുടെ ഒരു ആഗ്രഹം ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും നമ്മൾ കുഞ്ഞിക്കാലങ്ങളിൽ തിരിച്ചു പോകാനൊരാഗ്രഹം തോന്നുന്ന സമയമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടുന്ന അവസരം ഞങ്ങൾ അങ്ങനെയൊന്നും മാറി നിൽക്കാറില്ല. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ പിള്ളേരുടെ സ്വിമ്മിംഗ് പൂൾ കളിയൊക്കെ കഴിഞ്ഞു. വലിയ ആളുകളൊക്കെ പിന്നെ പതിയെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഗായകനാണ് കേട്ടോ ഇത്. അപ്പോൾ ഗായകൻ്റെ കൂടെ ഒരു ഗായികയും കൂടെ ചേർന്നിട്ടുണ്ട്. വലിയ ആൾക്കാർ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറി തുടങ്ങി. അവരിനി ഇവിടെ നിന്ന് കയറണമെങ്കിൽ 1 മണി 2 മണിയൊക്കെ ആകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നൈറ്റ് ഞങ്ങൾ ആഘോഷിക്കുന്നത് കേട്ടോ. അടിപൊളി ദിവസമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കിട്ടിയ ഒരു നൈറ്റാണ് കേട്ടോ ഇത്. സൂപ്പറായിരുന്നു. ഇത്രയും നല്ല സന്തോഷം തന്ന ദിവസത്തിന് ദൈവത്തിനോട് നന്ദി പറയുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.